കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ്? അമ്പാടിയിലെ രൂപങ്ങളാണോ, അതോ മറ്റേതെങ്കിലും രൂപങ്ങളാണോ, അതോ ഗുരുവായൂരപ്പൻ്റെ തന്നെ രൂപമാണോ, ഒന്നും അറിയില്ല. ആ കളഭച്ചാർത്ത് എന്താണെന്ന് അപ്പോൾ നമുക്കത് അറിയാനായിട്ട് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദർശനം ചെയ്ത് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്ക് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിലേക്ക് പോരാം. അത്തിമര ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയാലേ വളരെ സുഖമായിട്ട് ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ നടുക്കിലൂടെ അങ്ങോട്ട് പോയാലേ, പുറകുവശത്തു കൂടെയാണ് പോയാൽ സുഖമായിട്ട് അങ്ങോട്ട് എത്താം. അവിടെ 4 പുറത്തുനിന്നും സുഖമായിട്ട് തൊഴാം. അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ നേരെ നമുക്ക് കാണാൻ പറ്റുന്ന കൊടിമരം കാണാം, അതേപോലെ വലിയ ബലിക്കല്ല് കാണാം. അതിന് മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം പതിച്ചതിങ്ങനെ കാണാം. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് കയറിയ ഇടതേ സൈഡിലുള്ള ആദ്യത്തെ ആ പീഠം നോക്കി മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അവിടെ കെടാവിളക്ക് കത്തിയിരിക്കും. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് എന്ന് പറയുന്നു. അത് കണ്ട് തൊഴാം. പിന്നീട് നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. വളരെ മനോഹരമായ കാഴ്ചയാണ്. ശ്രീകോവിലിലെ പ്രകാശം ഇങ്ങനെ കാണുമ്പോഴേ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ 2 കാലുകൾ കാണാണ്ട്, കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, അരമണി ചാർത്തിയിട്ടുണ്ട്, കിങ്ങിണിയൊക്കെ ആയിട്ട്. ചെറിയൊരു ഉണ്ണിയാട്ടോ. അങ്ങനെ നോക്കിയാൽ നിൽക്കുമ്പോൾ ഒതുങ്ങിയ നിൽക്കുകയാണ് ഉണ്ണി. ഒരു ചെറിയ ഉണ്ണി, ഒരു വികൃതി ഇല്ലാത്തൊരു ഉണ്ണിയാണെന്ന് തോന്നുന്നു. അത്രയ്ക്കും എന്താ പറയുക, പച്ച ഭാവമായിട്ടുള്ളൊരു ഉണ്ണിയായിട്ടാട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, പിന്നെ ഒരു മാങ്ങാമാല, അങ്ങനെ 3 മാലകളുണ്ട്. പിന്നെ അതേപോലെ തോളത്ത് 2 ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തോൾവളകൾ വേറെ അണിഞ്ഞിട്ടുണ്ട്, കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ നെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. ആ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പീലി കളഭം കൊണ്ട് 3 പീലി ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാലകൾ എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതാണ്. അതേപോലെ ഒന്ന് തെച്ചിയും തുളസിയായിട്ടുള്ളത്. പിന്നെയാണ് 2 കയ്യിലും കൈവളകൾ ഇങ്ങനെ ചൂടിയിട്ട് കാണുന്നത് എന്താ വെച്ചാൽ സ്വന്തം പൊന്നോടക്കുഴലിങ്ങനെ ആ ചുണ്ടോടടുപ്പിച്ച് വേണുഗാനം പൊഴിക്കുകയാണ്. അതാണ് വളരെ അങ്ങനെ ഞാനൊരു പാവമാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാനൊരു പാവം കുട്ടിയാട്ടോ, ഒരു ശല്യത്തിനും വരുന്നില്ല അമ്മേ, ഞാൻ ഇവിടെ ഒതുങ്ങി നിന്ന് വേണുഗാനം പൊഴിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ആ കുറുമ്പില്ലാത്ത ഉണ്ണീനെയാണ് നമുക്കിന്നിപ്പോൾ കാണാനുള്ളത്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ വലിയ ഉണ്ടമാലകൾ കാണാനുണ്ട്. ഉണ്ടമാലകൾ എന്താ വെച്ചാൽ വെളുത്ത പൂവും തുളസിയും അതേപോലെ തെച്ചിയും താമരയുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ആ വികൃതി ഇല്ലാത്ത പൊന്നുണ്ണിയെ കണ്ട് തൊഴുതോളൂ കേട്ടോ. അതാണ് കാഴ്ച. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ മനസ്സ് അവിടെ എത്തുക, നമ്മൾ തൊഴുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ ഗുരുവായൂരപ്പനെയാണ് തൊഴുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴാം. പിന്നെ തിടപ്പടി നോക്കി തൊഴാം. അതേപോലെ ആലിലക്കണ്ണനെയും സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഏകാദശിയൊക്കെ ആവാറായി. നവംബർ 1 മുതൽ തുടങ്ങല്ലേ, വിളക്കുകളായി. അപ്പോൾ ഒക്കെ തിരക്കിലേക്കാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഗണേശനെ കാണാനായിട്ട് പോവാം. ആ ഗണേശനെ കാണുമ്പോൾ നമുക്ക് കാണാനുള്ളത് മുഖത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ചന്ദനം, നല്ല ചന്ദനം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. എന്താ പറയുക, മറയൂർ ചന്ദനമൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ ചാർത്തിയത് കാണാണ്ട് കൊമ്പ്, തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ വേറെ വേറെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തിരുനെറ്റിയിലൊരു ഗോപി വെച്ചിട്ടുണ്ട്, ഗോപിക്കുറി. അതേപോലെ നല്ല മാലകൾ, ഒരുപാട് മാലകൾ, താമരയും തുളസിയൊക്കെ ധാരാളമുണ്ട്. പട്ടുടുപ്പിച്ചിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാണാനുള്ളത്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം
അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് മേൽശാന്തി അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി പിന്നെ നമ്മൾ ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അവിടെ വരുമ്പോൾ അവിടെയും ധാരാളം പൂക്കളുണ്ട്, വലിയ വലിയ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തുളസിമാല, കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാല ധാരാളമുണ്ട്. അപ്പോൾ അവിടെ ആ കാൽക്കൽ വന്നിട്ട് ഇങ്ങനെ തൊഴുത്ത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. നമസ്കാരം കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ ഭീഷ്മരുടെ ശരശയ്യയും ഒക്കെ കണ്ട് അങ്ങനെ വരാം. അങ്ങനെ വന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ 2 തുളസിമാല ഉണ്ട്. അതേപോലെ മുരുകൻ്റെ അടുത്ത് ധാരാളം ഭസ്മം അഭിഷേകമുണ്ട്. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ ഒരു വെറ്റിലമാലയുണ്ട്, കുങ്കുമമുണ്ട്, പിന്നെ ഒരു ലിഖിതമാലയുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദനവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അടുത്ത് തന്നെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ട് തൊഴുത് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ആ നൃത്താറിയും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് നമ്മൾ കുറൂരമ്മ, നാരദർ, അതേപോലെ വസുദേവർ, മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാനായിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വരാം. അതൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ ഇടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ വരുമ്പോൾ നല്ല രസമാട്ടോ, നല്ല തിരക്കുമുണ്ട്. അവിടെ നല്ല രസമായിട്ടുള്ള അലങ്കാരം എങ്ങനെ വെച്ചാൽ മുഖത്തൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, കണ്ണൊക്കെ എഴുതി വാലൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല വലിയ വട്ടപ്പൊട്ടൊക്കെ തൊട്ട് മുഖത്തൊക്കെ നല്ലൊരു ഐശ്വര്യമായിട്ടുള്ള ഭഗവതിയായിട്ടായിരിക്കുന്നത്. അതേപോലെ ചുവന്ന പട്ടും പച്ച പട്ടും ഒക്കെ ചാർത്തിയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകളുണ്ട്, നെക്ലസ് മാലകൾ, പതക്കം പോലത്തെ മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആ ശിവേലി വിഗ്രഹത്തിലുണ്ട് ധാരാളം പൂക്കൾ. അപ്പോൾ എല്ലാവരും അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ, തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുക. മമ്മിയൂരിലേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടുത്തെ ദർശനമാവും. അതിനുശേഷം നമ്മൾ നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് മുരളീധരനെ കണ്ട് തൊഴാം. വേണുഗോപാലിനെ കണ്ട് തൊഴുത് അങ്ങനെ വരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അവിടെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട്, അരവരെയും ചാർത്തിയിട്ടുണ്ട് കളഭം. അങ്ങനെ മുകളിൽ കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ കാശുമാല പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമി പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെയും തൊഴുത് വന്ന് നമ്മൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കാണാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നെ നാരായണാലയത്തിൽ കയറിയാൽ അവിടെ ചെന്ന നമ്മുടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് നമ്മളിങ്ങനെ ഭഗവതിയുടെ അവിടേക്കും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് കിഴക്ക് വശത്ത് വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നെ നമ്മൾ നേരെ
കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ എന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവ എല്ലാവർക്കും അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ ചെയ്തു കൊടുക്കട്ടെ, ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം സിദ്ധിക്കട്ടെ. ഹരേ കൃഷ്ണ.